അന്തോണിയോസ് തിരുമേനി ഓർമ്മയായി. ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സന്യാസി ശ്രേഷ്ഠൻ സക്കറിയ മാർ അന്തോണിയോസ് കാലം ചെയ്തു. സഭയിൽ ഏൽപ്പിക്കപ്പെട്ട നിയോഗങ്ങളെല്ലാം ശാന്തമായും ഭംഗിയായും ദൈവകൃപയുടെ തണലിൽ പൂർത്തീകരിച്ച് മല്ലപ്പള്ളി ആനിക്കാട് മാർ അന്തോണിയോസ് ദേറയിൽ പ്രാർത്ഥനാപൂർവം വിശ്രമജീവിതം നയിക്കുകയായിരുന്നു അദ്ദേഹം. തിരുമേനി സഭയുടെ സീനിയർ മെത്രാപ്പോലിത്തയും മുൻ കൊല്ലം ഭദ്രാസനാധിപനും ആയിരുന്നു. ഇന്ന് ഞായറാഴ്ച രാവിലെ 10:45 കല്ലിശ്ശേരി ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ന് രാവിലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ കല്ലിശ്ശേരി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ആശുപത്രിയിൽ വെച്ചുമായിരുന്നു അന്ത്യം. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി പരുമലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമാകും അദ്ദേഹത്തിന്റെ ആശ്രമമായ മല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഖബറടക്കം സംബന്ധിച്ച കാര്യങ്ങൾക്ക് തീരുമാനമായിട്ടില്ല. തിങ്കളാഴ്ചയാകാനാണ് സാധ്യത. കാലം ചെയ്യുന്ന കാലം വരെ കസേരയിൽ നിന്നും പിടിവിടാതിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മെത്രാപ്പൊലിത്തമാർക്കെല്ലാം മാതൃകയായി അധികാരസ്ഥാനത്തു നിന്നും സ്വയം ഒഴിഞ്ഞ ഇടയശ്രേഷ്ഠനായിരുന്നു അന്തോണിയോസ് മെത്രാപ്പൊലിത്ത. ഔദ്യോഗിക സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം മല്ലപ്പള്ളി ആനിക്കാട് അന്തോണിയോസ് ദേറായിൽ വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു. ഭാഗ്യസ്മരണാർഹനായ ഈ സന്യാസിവര്യന്റെ അന്ത്യത്തോടുകൂടി മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ശ്രേഷ്ഠമായ സന്യാസ ജീവിതം നയിച്ച ഇടയന്മാരുടെ ഒരു കാലം അസ്തമിക്കുകയാണ്. ഇതുപോലൊരു താമസ ശ്രേഷ്ഠനെ ഇനി മരുന്നിന് പോലും എടുക്കുവാനില്ല എന്ന തിരിച്ചറിവിലാണ് വിശ്വാസി സമൂഹം. പദവിയോ അധികാരങ്ങളോ ഒരിക്കൽ പോലും അദ്ദേഹത്തെ ഭ്രമിപ്പിച്ചിട്ടില്ല. സഭയിലെ മെത്രാപ്പൊലിത്തന്മാർക്ക് പ്രായഭേദമന്യേ വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ ഒരു അവസരം കിട്ടിയാൽ ആ നിമിഷം അവർ എല്ലാം വിട്ടെറിഞ്ഞ് പറക്കുന്നവർ ആണെന്നിരിക്കെ അന്തോണിയോസ് തിരുമേനിക്ക് ഒരു പാസ്പോർട്ട് പോലും ഇല്ലായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. പണത്തോടും ആഡംബരത്തോടും യാതൊരു ഭ്രമവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ഇന്നുവരെ ഒരു വിവാദങ്ങളിൽ പോലും അദ്ദേഹം പെട്ടിട്ടില്ല. മെത്രാപ്പൊലിത്തന്മാർക്കും വൈദികർക്കും എന്നും അദ്ദേഹം ഒരു മാതൃകാ പുരുഷനായിരുന്നു. സഭയുടെ അഭിമാനമായിരുന്നു സക്കറിയാസ് മാർ അന്തോണിയോസ് തിരുമേനി. മെത്രാപ്പൊലിത്തന്മാർ ആഡംബരപ്രിയരാകുന്ന ഈ കാലഘട്ടത്തിൽ ലളിത ജീവിതത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു തിരുമേനി. സാധാരണഗതിയിൽ ഞാൻ മേൽപ്പട്ടക്കാർക്ക് തിരുമേനി എന്ന പദം ഒരിക്കലും ഉപയോഗിക്കാറില്ല. എങ്കിലും ഈ സന്യാസി ശ്രേഷ്ഠൻ എല്ലാ അർത്ഥത്തിലും തിരുമേനിയായിരുന്നു. പുനല്ലൂർ വാളക്കോട് സെയിന്റ് ജോർജ് ഇടവകയിൽപ്പെട്ട ആറ്റുമാലിൽ വരമ്പത്ത് WC എബ്രഹാമിന്റെ പുത്രനായി 1946 ജൂലൈ 19 WA ചെറിയാൻ എന്ന മാർ അന്തോണിയോസ് മെത്രാപ്പൊലിത്ത ജനിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസം പുനല്ലൂരും കോളേജ് വിദ്യാഭ്യാസം കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലുമായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്തു. കുടുംബത്തിലെ മൂത്ത പുത്രനായിരുന്നു WA ചെറിയാൻ. വിദ്യാഭ്യാസത്തിന് ശേഷം കോട്ടയം വൈദിക സെമിനാരിയിലേക്ക് പഠിക്കുവാൻ പോയി. ദൈവവേലയുടെ പൊരുൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സന്യാസി പട്ടക്കാരനായി കൊല്ലം അരമനയിൽ താമസിച്ച് തൻ്റെ വേല ചെയ്തു. നെടുമ്പായിക്കുളം, കുളത്തൂപ്പുഴ, കൊല്ലം കാദീശ എന്നീ ഇടവകളിൽ വികാരിയായി പ്രവർത്തിച്ചു. 1989 പത്തനംതിട്ടയിൽ വെച്ച് നടന്ന മലങ്കര അസോസിയേഷനിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1991 അന്തോണിയോസ് എന്ന നാമം സ്വീകരിച്ച് മെത്രാപ്പൊലിത്തയായി. ഓർത്തഡോക്സ് സഭയുടെ കൊച്ചി ഭദ്രാസനത്തെ മാതൃകാപരമായി നയിച്ച് തുടർന്ന് കൊല്ലം ഭദ്രാസനത്തിന്റെ രൂപീകരണം മുതൽ അടുത്ത കാലം വരെ കൊല്ലം ഭദ്രാസനത്തെ അദ്ദേഹം നയിച്ചു. കഴിഞ്ഞ വർഷം ഔദ്യോഗിക ഭരണനിർവഹണത്തിൽ നിന്നും സ്വയം വിരമിച്ച് അഭിവന്ദ്യ സക്കറിയാസ് മാർ അന്തോണിയോസ് തിരുമേനി സഹമെത്രാപ്പൊലിത്തമാർക്കും വൈദികർക്കും വിശ്വാസികൾക്കും മാതൃകയായി. തന്നെ ഇരുത്തി അടക്കരുത് എന്നതായിരുന്നു അന്തോണിയോസ് തിരുമേനിയുടെ ആഗ്രഹം. ആ ആഗ്രഹം സഭ നിവൃത്തിയാക്കി കൊടുക്കും എന്ന് കരുതുന്നു. യാതൊരു ആർഭാടവും ജീവിതത്തിൽ ഇല്ലാതിരുന്ന തിരുമേനിയുടെ അന്ത്യയാത്രയും അതുപോലെ ലളിതമാക്കുന്നതായിരിക്കും ഉചിതം. സഭയ്ക്കും വിശ്വാസികൾക്കും എന്നും മാതൃകയാക്കാവുന്ന ശ്രേഷ്ഠ ജീവിതം നയിച്ച ആ സന്യാസി വര്യന് i2 ന്യൂസിന്റെ ആദരാഞ്ജലികൾ. i2 News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.